ഹലോ ഗായ്സ്, ഇന്ന് ലഞ്ച് കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ കുക്കറിൽ നമ്മൾ എളുപ്പത്തിൽ അരി വേവിച്ചെടുത്തിട്ട് ഊറ്റിയെടുക്കാം കേട്ടോ. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ കുക്കറിൽ 1 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. മട്ടരിയാണ് എടുത്തിരിക്കുന്നത്. അത് 4-5 വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ ഇതിൽ 1 പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ് വെള്ളമാണെങ്കിൽ അതിന് ഒരു 4 ഗ്ലാസ് വെള്ളമെങ്കിലും ഒഴിച്ച് കൊടുക്കാം. നമ്മൾ എന്തായാലും ഊറ്റിയെടുക്കല്ലേ. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്ത ശേഷം നമ്മൾ ഈ കുക്കർ അടപ്പൊന്ന് മൂടി വെച്ചിട്ട് വിസിലിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 4-5 വിസിൽ വിട്ടാൽ മതിയാവുമേ. പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നീട് വിസിലൊന്ന് അടങ്ങിയ ശേഷം അത് ഊറ്റിയെടുക്കാം. അപ്പോൾ അതെങ്ങനെ ഊറ്റണമെന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ്. അതിൻ്റെ മുമ്പേ നമ്മൾ കൂണ് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കൂണൊക്കെ ഒന്ന് എടുത്ത് നമ്മൾ കഴുകിയെടുക്കാം. ഇത് നല്ല കൂൺ കറി വെച്ചിട്ട് കുറേയായി. ഇത് നല്ല വിരിഞ്ഞ കൂണാണ്. അപ്പോൾ ഇത് നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാണ്ട് അതൊക്കെ കഴുകിയെടുക്കാം ഗൈസ്. അതിന് ശേഷം നമ്മളിത് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിരിക്കുകയാണ്. അതൊന്ന് വിസിൽ വരുമ്പോഴത്തേക്കും പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാം വിചാരിച്ചിട്ടാണ്. ഞാൻ ഈ കൂണ് വെച്ചിട്ട് ഞാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ലോങ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയ ശേഷം കൂൺ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് മുട്ട് പോലെയുള്ള കൂണും ഉണ്ട്, അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ വിരിഞ്ഞ കൂണാവുമ്പോൾ കറി വെക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ ഇന്ന് വെക്കുന്നത് ഗ്രേവി പോലെയാണ് കേട്ടോ. ഒന്ന് വരട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ രസം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഓംപ്ലേറ്റും പിന്നെ ചീര തോരനും ഉണ്ട് കേട്ടോ. ഞാൻ മണിത്തക്കാളി ചീര പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് തോരൻ വെച്ചിട്ട് അതും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടെ കൊണ്ടുവന്നപ്പോൾ ഞാൻ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുത്തു. ഇനി സിങ്കൊക്കെ ഒന്ന് തേച്ചൊന്ന് കഴുകിയെടുക്കണം. കയ്യോടെ അപ്പോൾ പണി തീർക്കുകയാണെങ്കിൽ എളുപ്പമാണ്. ഇത് ഞാൻ മീഷോന്ന് മേടിച്ചതാട്ടോ. ഈ പാത്രം തേക്കുന്ന സാധനം, ഈ ചകിരി, ഇത് നല്ല എളുപ്പമാണ് കേട്ടോ. നല്ല ക്ലീൻ ആവുന്നുണ്ട്. ഇപ്പോൾ മീഷോയിൽ എന്തൊക്കെ സാധനങ്ങളെല്ലാം കിട്ടണ എല്ലാം മേടിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ കൊണ്ടുതരല്ലേ. അപ്പോൾ നമുക്ക് എളുപ്പമാണ്, വിലയും കുറവാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ കുറേ സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മളിങ്ങനെ തേച്ച് കഴുകിയിട്ട് ക്ലീൻ ചെയ്ത് എടുത്ത് വയ്ക്കാം കേട്ടോ. ഇത് കണ്ടില്ല, ഒരു ടവൽ പോലെ ഉണ്ടാവും ഗൈസ്. അത് നല്ല ഒരു ഗ്രിപ്പൊക്കെ ഉണ്ട് കേട്ടോ. തേക്കാൻ നല്ല സുഖമാണ്. അങ്ങനെ പാത്രങ്ങളെല്ലാം തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ കൂണൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഈ കുക്കർ വിസിൽ 4-5 വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് വിസിലടങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് കൂണൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതൊക്കെ ഒന്ന് ഈ പ്ലാസ്റ്റിക് പോലെ ഉണ്ടാവും, അതൊക്കെ എടുത്ത് മാറ്റിയ ശേഷം നമുക്ക് ആ കൂണെടുത്തിട്ട് നന്നായി ഒന്ന് വെള്ളത്തിൽ കഴുകാം കേട്ടോ. 2-3 വെള്ളത്തിൽ ക്ലീൻ ചെയ്ത ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതൊരു കൂൺ കറി മതി കേട്ടോ നമ്മൾ ചോറ് കഴിക്കാൻ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ, മേടിച്ചുകൊണ്ട് വന്നിട്ട്. പിന്നെ ഞങ്ങൾ കോയമ്പത്തൂർ പോകുമ്പോൾ അവിടെ നിന്ന് മേടിച്ചു കൊണ്ടുവരും. അവിടെ മൊട്ട് കൂണൊക്കെ കിട്ടും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ, കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതും മേടിക്കാറുണ്ട്. ബിരിയാണിക്കൊക്കെ നല്ല ടേസ്റ്റാണ് മൊട്ടുകൂണ്. അപ്പോൾ അതിൽ ഞാൻ കുറേ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇടയ്ക്ക് കൊണ്ടുവന്നിട്ട്. ഗ്രേവിയും വയ്ക്കും, ഇതിലും വെക്കാറുണ്ട് ബിരിയാണി. നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബിരിയാണി മസാല ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇടയ്ക്കൊക്കെ എടുക്കും. പിന്നെ പുറത്തുനിന്ന് ശക്തി മസാല കോയമ്പത്തൂരിൽ നിന്ന് പോകുമ്പോൾ മേടിച്ചു കൊണ്ടുവരും കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. അങ്ങനെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത ശേഷം ഞാനതൊന്ന് 2-3 വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പിഴിഞ്ഞിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പീസാക്കി എടുക്കാം കേട്ടോ ഈ കൂണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ മഞ്ഞൾപ്പൊടി, ഉപ്പ് അങ്ങനെയൊക്കെ കൂണിലിട്ട് കൊടുത്ത ശേഷം കഴുകിയെടുക്കണതാട്ടോ നല്ലത്. അപ്പോൾ ഞാനിത് സ്ഥിരം മേടിക്കുന്ന കൂണാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് കൂണൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അതൊന്ന് ടെസ്റ്റ് ചെയ്യണം, നല്ലതാണ് ഗൈസ്. ചീത്ത കൂണാണോ നല്ല കൂണാണോ എന്ന് അറിയാൻ പറ്റും, അതും കൊണ്ടാണ്. അപ്പോൾ അതൊന്ന് മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടിട്ട് ഏത് കൂണാണെങ്കിലും കഴുകിയെടുക്കണം, നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇതെല്ലാം കൂടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ഈ കഴുകിയെടുത്ത് ഒന്ന് ചീകിയെടുത്താൽ പെട്ടെന്നാകും കേട്ടോ. അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്.
നല്ല ക്ലീൻ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതുപോലെ ഇങ്ങനെ പിച്ചെടുത്താൽ മതി, ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി എടുക്കുക. അത് എളുപ്പമാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇത് മുഴുവനും ഇതുപോലെ നമുക്ക് പീസുകളാക്കി എടുക്കാം. കുക്കർ വിസിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ആറിയ ശേഷം നമുക്ക് വെള്ളം വാർത്തെടുക്കാം, കഞ്ഞിവെള്ളം. അപ്പം അങ്ങനെ കൂൺ ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കഞ്ഞി ഒന്ന് ഊറ്റിയെടുക്കാം കേട്ടോ. കുക്കർ തുറന്നിട്ട് നല്ല ചൂടുണ്ട്, നല്ലോണം വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, പാകത്തിന് ആയിട്ടുണ്ട്. നമുക്കത് ഊറ്റിയെടുത്താൽ മതി. ഞാൻ ഒരു ഗ്ലാസ് ഇട്ടാണ് വെച്ചത് കേട്ടോ, മട്ടരിയാണ്. അപ്പോൾ എളുപ്പത്തിൽ നമ്മളിതുപോലെ കുക്കറിൽ വെച്ച് നമ്മൾ ഊറ്റിയെടുക്കാം. ഞാൻ ഒരു പാത്രം വെച്ചിട്ട് സിങ്കിൽ അതിലങ്ങനെ ഊറ്റിയെടുക്കുകയാണ്. അതങ്ങനെ വെച്ചാൽ മതി കേട്ടോ. ഒരു 5 മിനിറ്റായി അത് വെള്ളം മൊത്തം പോയി കിട്ടും. എന്നിട്ട് നമ്മൾ മാറ്റി വയ്ക്കാം. അങ്ങനെ ചോറ് റെഡി ആയിട്ടുണ്ട്. എളുപ്പമാണ് കേട്ടോ ഈ മെത്തേഡ്. അടുപ്പത്ത് നമ്മൾ കുറേ നേരം വേഗം വയ്ക്കണം. കുക്കറിലാകുമ്പോൾ എളുപ്പമാണല്ലോ. അപ്പോൾ ഈ മെത്തേഡ് എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഒരു കുക്കറിൽ എത്ര നമ്മൾ പാകത്തിന് അരി എടുക്കണം അതിനനുസരിച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. ഒരു 3 ഗ്ലാസ് 4 ഗ്ലാസ് വെള്ളം കൂടുതൽ ഒഴിക്കുക. അപ്പോൾ നമുക്കിതുപോലെ ഊറ്റിയെടുത്ത് നല്ല ചോറ് എടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഞാൻ അതൊക്കെ ഊറ്റി വെച്ചിട്ട് ഇനി നമുക്ക് കുറച്ച് കൂൺ കറി വെക്കാനായിട്ട് തക്കാളിയും പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല, മസാലപ്പൊടിയൊക്കെ എടുത്ത് വയ്ക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് വയ്ക്കാം. ഞാനിതിലേക്ക് ഒരു തക്കാളി, ഒരു സബോള, പിന്നെ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല എല്ലാം എടുത്ത് വെച്ചിരിക്കുകയാണ്. മസാല ഐറ്റം ഗരം മസാല ഞാൻ പൊടിപ്പിച്ചതാണ് കേട്ടോ, അത് എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ കാശ്മീർ മുളക് പൊടിയാണ്. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വലിയ ജീരകം എടുക്കാം. വലിയ ജീരകം ലേശം ഇട്ട് കൊടുക്കും കേട്ടോ ഞാൻ കൂൺ കറിക്ക്. അടുപ്പത്ത് മൺപാത്രം വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായതും അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടില്ല, വലിയ ജീരകം മാത്രം ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് കടുക് വേണ്ട കേട്ടോ, ഞാൻ അതിൽ ഇട്ട് കൊടുക്കാറില്ല, അതുകൊണ്ടാണ്. നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, വേണ്ടെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ പീസുകളായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരുന്ന സബോള ഇട്ട് കൊടുക്കാം. സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചോപ്പറിലിട്ട് അടിച്ചെടുത്തതാണ് കേട്ടോ, അതാവുമ്പോൾ എളുപ്പമാണ്. ഒരു സബോള ഞാൻ എടുത്തിരിക്കുന്നത് ഇതിനായിട്ട്. ഞാൻ ചെറു തീയിലാണ് കേട്ടോ അത് വറുത്തെടുക്കണേ. ഇനി തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ ജീരകപ്പൊടി ഞാൻ ഒരു 1/2 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ പൊടികളെല്ലാം ഒരു പ്ലേറ്റിലാണ് എടുത്ത് മാറ്റി വെച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. 1/2 ടീസ്പൂൺ ജീരകപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീർ മുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ എടുത്തിരിക്കുകയാണ്. ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വെന്ത ശേഷം ഇട്ട് കൊടുക്കാം. അപ്പോൾ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ കറി ആകുമ്പോഴത്തേക്കും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോ ചെറിയ പണികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് തീർക്കുകയാണെങ്കിൽ എളുപ്പമാണ്. അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൊടികൾ ആഡ് ചെയ്യാം. എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ പാകത്തിന്. ഞാൻ കൂൺ കറി വെക്കുമ്പോൾ എപ്പോഴും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കത്തുള്ളൂ കേട്ടോ. ചിലപ്പോൾ ഉപ്പ് കൂടി പോകാൻ സാധ്യതയുണ്ട്. പാകത്തിന് പിന്നെ നമ്മൾ തികഞ്ഞിൽ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് വെന്ത് ശേഷം പാകം നോക്കിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുള്ളൂ. എന്താണെന്നറിയില്ല, കൂണിന് മാത്രം ഒരു പ്രത്യേക ഉപ്പ് പിടിക്കും കേട്ടോ, അതുകൊണ്ടാണ്. ചിലപ്പോൾ കൂടിപ്പോകാൻ സാധ്യതയുണ്ടല്ലോ. ഞാൻ പറയാൻ കാരണം വേവിന് ശേഷം നമുക്ക് അറിയത്തുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. കൂണിന് മാത്രം അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം അങ്ങനെ ഞാൻ ഇപ്പോൾ എല്ലാം കഴുകി ഒന്ന് തുടച്ചെടുത്തു കേട്ടോ. കൈയോടെ അത് ചെയ്യുകയാണെങ്കിൽ പണി എളുപ്പമാണല്ലോ, അങ്ങനെ വിചാരിച്ചിട്ടാണ്. ടേസ്റ്റി ആയിട്ടുള്ള കൂൺ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗ്രേവി ആക്കി ഞാൻ എടുത്തതാണ് കേട്ടോ. പിന്നെ കറിയായിട്ട് വെക്കണമെന്ന് വിചാരിച്ചു, പിന്നെ അത് ഗ്രേവിയാക്കി എടുത്തു ഗൈസ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും.
ഈ മെത്തേഡിലാണ് ഞാൻ കൂൺ കറി വെക്കാറ്. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അട്ടപ്പാടിയിലൊക്കെ മഴ കുറവുണ്ട്, നല്ല വെയിലാണ് കേട്ടോ ഈ 2 ദിവസമായിട്ട്. മഴയൊക്കെ കുറവുണ്ട്. നിങ്ങളുടെ ഭാഗത്തൊക്കെ കുറവുണ്ടോ എന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.